ആ ചങ്ങാതിയെ പോലീസ് പിടിച്ചു എന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? അതെ, നമ്മുടെ കോട്ടമുക്കിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാ പിടിച്ചത്. ആത്മഹത്യാ പ്രേരണ കൊലപാതകം തന്നെയാ. പാവ പെണ്ണ്. സഹിച്ചു കൊടുക്കാൻ ജീവിതം വേണ്ടെന്ന് വെച്ച് അവളങ്ങ് പോയി. കെട്ട് കഴിഞ്ഞ് 2 വർഷമേ ആയുള്ളത്രേ. അന്ന് മുതലേ സ്ത്രീധനക്കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്ന്. അത് മാത്രമല്ലെന്നേ, അവളെ വേറും അടിമയെ പോലെയാ കണക്കാക്കിയിരുന്നതെന്ന്. നമ്മുടെ ശശിയേട്ടന്റെ ഭാര്യയല്ലേ അവിടെ വീട് ജോലിക്ക് പോകുന്നേ, അവരാ പറഞ്ഞത്. മിക്ക ദിവസവും ഇടിയും തൊഴിയും ഒക്കെയാണ് പോലും. സഹിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് പോരണ്ടേ? ആർക്ക് വേണ്ടിയാ ഇങ്ങനെ സ്വന്തം ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെടുത്തുന്നേ? അതിന്റെ ആവശ്യം എന്താ? കാലം മാറിയില്ലേ? അടിയും ഇടിയും തൊഴിയും ചീത്ത പറച്ചിലും അവഹേളനങ്ങളും അപമാനങ്ങളും സഹിച്ചു നിന്നാൽ അടക്കവും ഒതുക്കവുമുള്ള പെണ്ണായി. അവൾ കുടുംബത്തിന്റെ ഐശ്വര്യമായി, നിലവിളക്കുമായി. എന്താ അല്ലേ? നിലവിളക്കായവൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അധികരിച്ചു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. സഹിച്ചൊടുവിൽ അവരിൽ ചിലർ ജീവിതത്തിന്റെ വിളക്കണച്ച് നിത്യശാന്തതയിൽ അഭയം തേടുമ്പോൾ പ്രബുദ്ധരെന്ന തലയിൽ കിരീടം ചൂടിയ മലയാളിക്ക് നേരെ 100 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ക്ഷമിക്കുക എന്നാൽ സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നർത്ഥമില്ല. അത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം എക്കാലവും കീഴ്പ്പെട്ട് നിൽക്കേണ്ടവളാണ് പെണ്ണെന്ന ആൺബോധത്തിന്റെ ഹുങ്കും തിരുത്തപ്പെടേണ്ടതുണ്ട്. ലെറ്റ് us ചേഞ്ച്.